ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഇച്ചിരി കിനുവ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. സോ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ കിനുവ എന്താണെന്ന്. ഇതാണ് എൻ്റെ കിനുവ. ഞാൻ കോസ്കോയിൽ നിന്ന് മേടിക്കുന്നതാണ് ഇവിടെ. ഞാനിത് കാണിക്കാമെന്ന് വെച്ചത്, എല്ലാവരും ഒരു കംപ്ലൈൻറ്റ് പറയുന്നുണ്ട്, കിനുവ ഉണ്ടാക്കുമ്പോൾ സ്റ്റിക്കി ആയി പോകുന്നു, അല്ലെങ്കിൽ അത് നല്ലതായിട്ട് എല്ലാം ഒട്ടിയിരിക്കുന്നു എന്നൊക്കെ. അപ്പം ഞാനും നേരത്തെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ അതുകൊണ്ട് നിങ്ങളെ കൂടി അത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പം ഞാൻ കുറേ നാളായിട്ട് കിനുവ വെക്കുമ്പോൾ നല്ല സൂപ്പറായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എന്നെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞാണ് അതെങ്ങനെ ഉണ്ടാക്കണമെന്ന്. അപ്പം ഞാൻ അതുപോലെയാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പം നല്ല സൂപ്പറായിട്ട് വരുന്നുണ്ട്. അപ്പം ഞാൻ നിങ്ങളോട് കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. Also the other thing is like my previous video somebody commented that please can you explain a little bit in English so that they can understand. So in the beginning of the video I'm just telling generally what I'm going to do it. So this is quinoa. So I'm going to make quinoa with the vegetables. So I have some vegetables. This is from my backyard. This is long beans, and I have some spinach. All together, I'm just making the quinoa with the vegetables. So the process is just soak the quinoa 10 to 15 minutes and boil it. So drain it, remove the water. That's the important thing. So otherwise, it will be sticky. So put the water more and then boil and remove the water. And then you saute the vegetable whatever you want, or just to put the chicken or whatever you want to add, minced meat or whatever. And then you just add the quinoa, and the final product will be very tasty. So as you know, the quinoa is a plant-based protein, and then you can add any protein or vegetable in that, so that will be a good meal for anybody who want to take a lunch or lunch box or whatever. So that's all process but I will show you step by step what I am going to do it. So the introduction what I am telling, because when I say Malayalam and I am showing in the step by step, many of my friends they ask, can you explain a little bit of English? Especially last of my video I put like a salmon baking. So many want to know that what was the preparation, how it is and all. So I'm going to do both way, whatever I can cover. Okay, so this is what I am doing. So I'm doing like 2 cups of quinoa. It's too much actually. 2 cups of quinoa is good enough for 2 people to take 2 to 3 days lunch. So that's what I'm going to do it. And then you soak with water, wash it, soak it, and then leave it for 10 to 15 minutes. അപ്പോൾ എൻ്റെ കിനുവയിൽ ആഡ് ചെയ്യാനായിട്ട് ഞാൻ ഇത്രയും വെജിറ്റബിളാണ് എടുത്തിരിക്കുന്നത്. എനിക്ക് കുറച്ച് പാലൊക്കെ എൻ്റെ ബാക്ക്യാർഡിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ അതൊന്ന് സ്യൂട്ട് ചെയ്യാനായിട്ട് നമുക്ക് ജസ്റ്റ് ഹാഫായിട്ടൊന്ന് കട്ട് ചെയ്താൽ മതി. ഒന്ന് കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഇതെൻ്റെ ബാക്ക്യാർഡിൽ നിന്ന് കിട്ടിയ ഇത്തിരി പയറാണ്, അതും ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഒരു കുറച്ച് മതി വൈറ്റ് ഒനിയൻ. ഇത്രയും മതി നമുക്ക് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഞാനിപ്പോൾ ഇതിലിടാൻ പോകുന്നതാണ്. ഞാനിത് ചിക്കൻ കറി വെച്ചിട്ടുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാനാണ്. അതുകൊണ്ട് ഞാൻ വേറെ ഇനിയും ചിക്കനൊന്നും ആഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെയൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ ഇതിനകത്ത് ഇപ്പോൾ വെജ് ഇട്ടാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ കിനുവ ഇവിടെ ബോയിലായി വരുന്നുണ്ട്. മീൻ ടൈമിൽ നമുക്കൊരു പാൻ വെച്ചിട്ട് നമുക്ക് വെജിറ്റബിളെല്ലാം ഒന്ന് സ്യൂട്ട് ചെയ്യാമെന്ന് വിചാരിക്കുവാണ്. അപ്പം നമ്മുടെ കിനുവ ഈ പരുവത്തിലായിട്ടുണ്ട്. ശകലം കൂടെ ആകാനുണ്ട്. അതൊന്ന് നമ്മുടെ ബ്രോക്കൺ വീറ്റ് പോലെ ഒന്ന് ഓപ്പണായി വരുന്ന അത്രയാണ് പരുവം. അപ്പം ഇത് ഇച്ചിരി കൂടെ ഒന്ന് ആകാനുണ്ട്. അപ്പോഴത്തെ മീൻ ടൈമിൽ നമുക്ക് ഈ വെജിറ്റബിളെല്ലാം അങ്ങോട്ട് സ്യൂട്ട് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അപ്പം ഞാൻ ആദ്യം അല്പം ഉള്ളി ഇട്ട് കൊടുക്കുകയാണ്. ഇച്ചിരി എണ്ണ വെച്ച് പാൻ വെച്ച് എണ്ണയൊക്കെ വെച്ച് ഉള്ളിയും പിന്നെ നമ്മുടെ ഈ പയറിൻ്റെ അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്.
ഫ്രണ്ട്സ്, നമ്മുടെ കിനുവ അത് ഇവിടെ ബോയിലായിട്ടുണ്ട് കേട്ടോ. ഒന്നത്തേൽ ഒട്ടാതെ ഉണ്ടോ, എല്ലാം ബോയിലായി. വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞ് നമ്മൾ വെച്ചിരിക്കുകയാണ്. അപ്പോൾ പിന്നെ നമ്മളിവിടെ സൂട്ടേ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു ശകലം ഗ്രീൻ പീസും കൂടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഫ്രോസനാണ്. ഇതും കൂടെ ഒരു ശകലം ഈ സൂട്ടേ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കുന്നു. നിങ്ങൾക്ക് കാണാമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഗ്രീൻ പീസും ഇതൊക്കെ അപ്പം ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഇനി നമ്മൾ ഇതിനകത്തിലേക്ക് നമ്മുടെ സ്പീനച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മുടെ വെജിറ്റബിളൊക്കെ സൂട്ടായി വന്നിട്ടുണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് ഏത് വെജിറ്റബിൾ വേണമെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ. You can add any vegetable whatever. This is what I just harvest from my backyard. ഓക്കെ, അപ്പം ഇതിനകത്ത് നമ്മൾ മസാലയായിട്ട് അരിയൊന്നും ചേർക്കുന്നില്ല. നമ്മളിതുവരെ സോൾട്ട് ഇട്ടില്ല, അപ്പോൾ സോൾട്ട് കുറച്ചിടുന്നുണ്ട്. പിന്നെ എൻ്റെ കയ്യിലുള്ളത് ഈ വെജിറ്റബിൾ മസാല എന്ന് പറയുന്നത് ഇത് എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഞാനത് ആഡ് ചെയ്യണം. അതല്ലെങ്കിൽ പെപ്പർ ഇടണമെങ്കിൽ അത് മാത്രം ഇട്ടാൽ മതി, ബ്ലാക്ക് പെപ്പർ ഇട്ടാൽ മതി. ഞാനിപ്പോൾ ഇത് എൻ്റെ കയ്യിലുണ്ടായതുകൊണ്ട് ഞാനിതിൽ ശകലം ആഡ് ചെയ്യുന്നുണ്ട്. ഒരു വെജിറ്റബിളിൻ്റെ ടേസ്റ്റ് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. അതും കൂടെ ശകലം ആഡ് ചെയ്തിട്ട് ഇനി നമുക്ക് നമ്മുടെ കിനുവ ആഡ് ചെയ്യാം കേട്ടോ. ഒട്ടും ഒട്ടാതാണ് നമ്മുടെ കിനുവ ഇരിക്കുന്നത്. കാണാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അത് നമ്മുടെ കിനുവ ഇവിടെ റെഡിയായി കേട്ടോ. നല്ല അടിപൊളിയാണ്. നിങ്ങൾക്ക് കാണാമോ? കണ്ടോ, ഒന്നും ഒട്ടിയിട്ടില്ല. നമ്മുടെ ഉപ്പുമാവ് പോലെ ഇരിക്കും. നല്ല ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ കുക്കിംഗ് വീഡിയോ കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെയാണ് കിനുവ ഉണ്ടാക്കുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ഞാനിങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റാണ്, എനിക്കിഷ്ടമാണ്. ഇവിടെ എല്ലാവരും ഇങ്ങനെ കഴിക്കും.